വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഹോം ഡിസൈനാണ് ഇന്ന് ഹോംസ് ഓൺലൈൻ ചെയ്യുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഹോം ഡിസൈനാണിത്. വീടിൻ്റെ റൈറ്റ് സൈഡിലായി പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള കാഡീസ് ഉപയോഗിച്ച് വീടിൻ്റെ എക്സ്റ്റീരിയർ വോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂംസ് ആണ് അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെക്ക് ചെയ്യാം. എക്സ്റ്റീരിയർ വർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്യാർഡ് കോൺക്രീറ്റ് ബ്ലോക്സും ഗ്രീൻ ലോണും ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ധാരാളം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കിടക്കുകയാണ്. കയറുമ്പോൾ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ലിവിംഗ് ഏരിയ കാണാം. കളർ കോമ്പിനേഷൻസ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാങ്ങിങ് ബൾബാണ് സീലിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ലിവിംഗ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. LED സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയോട് ചേർന്ന് തന്നെ വാഷിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ ബേസിൻ, മിറർ, സ്റ്റോറേജ് ക്യാബിനൊക്കെ ഉപയോഗിച്ചാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് അടുത്തായിട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രെയർ ഏരിയ. ഇനി നമ്മൾ ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് കടക്കുകയാണ്. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ്, കോർട്ട്യാർഡ് ഏരിയ. ഇവിടെയായിട്ട് ചെയേഴ്സും ഒരു വുഡൻ സിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണിത്. ഇനി നമ്മൾ ബെഡ്റൂംസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. 2 ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഡബിൾ കോട്ട് ബെഡ്, ഒരു സിംഗിൾ കോട്ട് ബെഡ്, സ്റ്റഡി ടേബിൾ, വാർഡ്രോബ് എന്നിവയെല്ലാം ഈ ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഡബിൾ കോട്ട് ബെഡ്, വുഡൻ വാർഡ്രോബ്, ഭംഗിയുള്ള കർട്ടൻസ് ഒക്കെ ഈ ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൺ ചെക്ക് ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡുലാർ കിച്ചണാണിത്. ക്യാബിനറ്റ്സും വോൾട്ടയിലും ഒരുമിച്ച് മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായിട്ട് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിച്ചണാണിത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യുകയാണ്. അപ്പർ ലിവിംഗ് ഏരിയ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എലിഗൻ്റ് ആയിട്ടുള്ള സോഫ സെറ്റ്, ടീ ടേബിള്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വുഡൻ സിങ്, ഇതെല്ലാം ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലിവിംഗ് ഏരിയയുടെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയേഴ്സ്, ടേബിള്, വുഡൻ കബോർഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമുക്ക് ബാൽക്കണി ഏരിയ കിട്ടും. ഇവിടെ ധാരാളം സീറ്റിംഗ് പ്ലേസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഡബിൾ കോട്ട് ബെഡ്, ക്ലോസറ്റ്, സ്റ്റഡി ടേബിൾ, മറ്റുള്ള സെറ്റിംഗ്സ് എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം. കർട്ടൻസിന്റെ കളറ്, വോള്, വാർഡ്രോബ് എല്ലാം വളരെ മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്